ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 205 പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഭാഗം 205 പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇവിടെ ആരംഭിക്കുന്നു. അഞ്ചുതെങ്ങ് ശ്രീ ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ഗുരുദേവനായിരുന്നു. ഇടയ്ക്കൊക്കെ ഗുരുദേവൻ അവിടെ വന്ന് വിശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വന്നു ചേർന്നിരുന്ന ഒരു ദിവസം ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് ശിവഗിരിയിലേക്ക് പോകുന്നതിനായി ഗുരുദേവൻ വള്ളത്തിൽ കയറി. വള്ളം വിടാറായപ്പോൾ ഒരാൾ കൂടി ഓടി വന്ന് ആ വള്ളത്തിൽ കയറി ഗുരുദേവനെതിരെയുള്ള പടിയിൽ ഇരിപ്പായി. അയാൾ ഒരു ഭ്രാന്തനായിരുന്നു. അത് കണ്ടിട്ട് ആളുകൾ അയാളെ ആ വള്ളത്തിൽ നിന്നും ഇറക്കി വിടുവാൻ വേണ്ട പരിശ്രമമായി. അപ്പോൾ ഗുരുദേവൻ ആജ്ഞാപിച്ചു, അവൻ അവിടെ ഇരുന്നു കൊള്ളട്ടെ. ഭ്രാന്തൻ ശാന്തനായി ഇരുന്നു. എന്നാൽ വള്ളം കടവിൽ നിന്നും നീങ്ങിയതോടെ അയാൾ ഉച്ചത്തിൽ പാടുവാൻ തുടങ്ങി. ആ പാട്ടിന് യാതൊരു ഇമ്പവും ഉണ്ടായിരുന്നില്ല. നായ ഓലിയിടുന്നത് പോലെ വലിച്ചു നീട്ടിയുള്ള അയാളുടെ പാട്ടിൽ വള്ളത്തിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം കടുത്ത നീരസമുണ്ടായി. ആരെല്ലാം പറഞ്ഞിട്ടും അയാൾ പാട്ട് നിർത്തിയതുമില്ല. അപ്പോൾ എല്ലാവരും ഗുരുദേവനെ നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഗുരുദേവൻ ചോദിച്ചു, നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഭ്രാന്തൻ: ഇല്ല. ഗുരുദേവൻ: എന്നാൽ ഇനി പാടരുത്. ഭ്രാന്തൻ: ഇനി പാടുകയില്ല. ഗുരുദേവൻ: നിന്റെ പേരെന്താണ്? ഭ്രാന്തൻ: ഭൈരവൻ. ഗുരുദേവൻ: ഭൈരവൻ കൊള്ളാമല്ലോ. പിന്നീട് ശിവഗിരിയിലെ വലിയ തുരപ്പിൽ ആ വള്ളം എത്തുന്നതുവരെ അയാൾ ശബ്ദിക്കുകയുണ്ടായില്ല. ഗുരുദേവനും മറ്റുള്ളവരും വള്ളത്തിൽ നിന്നും ഇറങ്ങി. ഭ്രാന്തൻ മാത്രം ഇറങ്ങിയില്ല. അത് കണ്ട് ഗുരുദേവൻ അയാളോട് ഇറങ്ങുവാൻ കൽപ്പിച്ചു. അപ്പോൾ അയാൾ ഇറങ്ങി. കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി, ഗുരുദേവൻ ആജ്ഞാപിച്ചു. അയാൾ ശിവഗിരിയിലെ പ്രാർത്ഥനകളിലെല്ലാം പങ്കുകൊണ്ട് 2 ആഴ്ചയോളം അവിടെ താമസിച്ചു. അതിൽ പിന്നെ ഒരു ദിവസം ഗുരുദേവൻ കൽപ്പിച്ചു, ഇനി ഭൈരവന് പോകാം. അപ്പോഴേക്കും അയാളുടെ ഭ്രാന്ത് പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു. അറിവിന്നമൃതായി അദ്വൈത മന്ത്രങ്ങൾ ആലപിച്ചെത്തിയ പൂങ്കുയിലേ, ശിരസിൽ നിൻ പാദബാഷ്പങ്ങൾ അണിയുവാൻ ശിവഗിരി എത്ര നാൾ തപസ്സു ചെയ്തു. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 205 പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.